നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമുണ്ടെങ്കിൽ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി പഴമൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ആ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. പഴം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടെ എടുക്കണം. പഴം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകുന്നവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ പഴമെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ച് നന്നായിട്ട് പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് അലിഞ്ഞ് വരുന്നതുവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പഴത്തിൻ്റെ നനവ് കൊണ്ട് തന്നെ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ എണ്ണയിലേക്ക് ഇതുപോലെ എടുത്തിടുന്ന പാകത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് വീതം കയ്യിലെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട്